ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ കാണുള്ളൂ എന്നറിയാം. സമയം ഇപ്പോൾ 7:12. അപ്പോൾ എന്താണ് ഗൈസ് എല്ലാവരുടെ വിശേഷങ്ങൾ? രാവിലെ കുട്ടികളെയൊക്കെ ക്ലാസ് വിടാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും എന്നറിയാം. ഞാനും തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറേണ്ട ടൈമായല്ലോ. 15-ാം തീയതി നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീട് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വാടകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇക്കാക്കാണ്ട ഒരു പണി കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഹാർബറിലാണ് പണി. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാകാറില്ല. അപ്പോൾ എന്നാലും 15-ാം തീയതി വരാനായിട്ട് സമയം ഇനി നമുക്ക് തീരെ ഇല്ലല്ലോ. ഇന്നിപ്പോൾ 8-ാം തീയതിയായി. ഇനിയിപ്പോൾ ഏതാണ്ട് 2-3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീടിനോട് വിട പറയണേണ്. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ടേ, നമ്മളൊക്കെ എന്ത് ജീവിതമാണ്. സ്വന്തമായി കിടക്കാൻ പോലും ഒരു വീടില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഒരു ജീവിതത്തിൽ ഒരു വിഷമം പിടിച്ചൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ 11 മാസം ഒരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ മാറി അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാനിന്ന് ഒരു വീട് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം അറിയില്ല എന്താവുന്നൊന്നും അറിയില്ല. വാടക കൊണ്ട് വെക്കുമോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊണ്ട് വെക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഞാനതുകൊണ്ട് അമരും പാത്രം എണീക്കണേക്കാട്ടി മുന്നേ എഴുന്നേറ്റതാട്ടാ. അപ്പോൾ അവരെണീക്ക് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകണ അതായതുകൊണ്ടിട്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്സൊക്കെയാണ് രാവിലേക്ക് ഇടാറ് ഞാൻ. അപ്പോൾ നമ്മുടെ പാത്തുമോൾ എണീച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. പാത്തുമോൾ എണീച്ച് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കാണാണ്ടായപ്പോൾ എണീച്ച് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എന്നെ സംബന്ധിച്ച് ഈ വീട്ടിൽ എൻ്റെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നൊരു വീടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവർ മാറാൻ നമ്മളോട് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമം അറിയില്ല കേട്ടോ. എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വീട് പോലെ തോന്നിയിരിക്കണം. കാരണം എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അറിയില്ല, പെട്ടെന്ന് മാറിക്കോന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അത് നമ്മളോട് 5-ാം തീയതി വന്നിട്ട് അവർ പറഞ്ഞത് വീട് മാറിക്കോ, ഇന്നപോലെ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? കാരണം ഒന്നാം തന്നെ വാടക, വേറൊരു വാടക വീട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എൻ്റെ റബ്ബേ, ആകെ എല്ലാം കൊണ്ട് ഇടങ്ങേറായിപ്പോയി. പക്ഷെ എന്നാലും നമുക്ക് അവരെ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കല്ലേ നിവർത്തിയുള്ളൂ. എന്ന് വെച്ചാൽ അവർ പറയണ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 മാസത്തെ വാടക കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇക്കാക്കക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആകെ ഇടങ്ങേറായിട്ടിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടി മൂലമാണ് അവർ നമ്മളോട് പറഞ്ഞത് വീട് മാറിക്കോ, ഞങ്ങൾക്ക് വേറെ ആളെ നോക്കണം. അവർക്ക് കടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ ഈ കൊടുക്കണ വാടകയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിച്ചം വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അവർ പറയുന്നത് ന്യായം തന്നെയാണ്. പക്ഷേ എന്നാലും ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് എങ്ങോട്ടേക്ക് പോകും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് 14-ാം തീയതി നിങ്ങൾ സാധനങ്ങളെല്ലാം ഒതുക്കി 15-ാം തീയതി നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പടച്ച റബ്ബിനോടുള്ള എന്ത് ചെയ്യും? പിന്നെ ഒരു വിശ്വാസം, പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിപ്പോഴും നിൽക്കുകയാണ് കേട്ടോ. കാരണം അവനല്ലേ വലിയവന്. അവന് എനിക്ക് താങ്ങാൻ പറ്റുന്ന സങ്കടങ്ങൾ തരുമ്പോൾ ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ, പടച്ചോനെ ഇത്രമാത്രം സങ്കടങ്ങൾ നീ എനിക്ക് തരുമ്പോൾ ഇത്രയും താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടോയെന്ന്. പക്ഷെ ഉണ്ടാകും,
അതുകൊണ്ടിട്ടാണല്ലോ പടച്ചോൻ എനിക്ക് ഇത്രയധികം സങ്കടങ്ങൾ തന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഈ സങ്കടങ്ങൾക്കെല്ലാം റബ്ബ് എനിക്കൊരു സന്തോഷം തരുമെന്ന്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല കേട്ടോ. വീഡിയോ 5 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. പാത്തുമ്മ എഴുന്നേറ്റ് വന്ന് കാത്തു നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ അകത്ത് കയറാൻ നിന്നില്ല. ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കുമല്ലോ, പിന്നെ അവർ വേഗം എഴുന്നേറ്റ് പോരും. അപ്പം ഞാൻ അതുകൊണ്ടിട്ട് പുറത്തുനിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയണം. ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിൽ എല്ലാം നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ടാണ്. കാരണം നമ്മളെ വീഡിയോ കണ്ട് നമ്മുടെ സങ്കടങ്ങളിൽ അവർ ഒരു പങ്കാളിയായി നമ്മളോട് അവർക്ക് പറയാൻ പറ്റുന്നത് പടച്ചോനെല്ലാം നന്നാക്കി തരും, വിഷമിക്കണ്ട എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ എന്നിലൊരാളായിട്ട്, എൻ്റെ ഒരു കൂടപ്പിറപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു റിലേഷനായിട്ടോ നിന്ന് പറയണ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പം അതിലൊരുപാട് മനസ്സ് നിറഞ്ഞ അത്രയും സന്തോഷം എനിക്ക്. അല്ല സത്യം, ഞാൻ മനസ്സ് നിറഞ്ഞാണ് പറയണത്. ആ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അമറും പാത്ത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ്സിൽ പോകേണ്ടത് തിങ്കളാഴ്ചയാണല്ലോ, അവർ ക്ലാസ്സിൽ പോകേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എന്നെയും മക്കളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ.